എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് തുടങ്ങണം. ആ പഴയ ബെഞ്ചിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ കോടതിയിലുള്ളൂ എന്ന് ധനസുമോദ് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ പുതിയൊരു ബെഞ്ച് രൂപീകരിക്കണം, അവർക്ക് വിഷയങ്ങൾ പഠിക്കണം, അങ്ങനെ വാദം തുടങ്ങണം. പിന്നീട് വിധിയിലേക്കൊക്കെ എത്തണമെങ്കിൽ നിശ്ചയമായും 3-4 മാസം എടുക്കും. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇക്കാര്യത്തിൽ ഒരു വിധി വരില്ല എന്ന് സാരം. സൈഫുദ്ദീൻ, അതിങ്ങനെ ഒരു കണിശമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാര്യം സുപ്രീം കോടതി ചിലപ്പോൾ തുടർച്ചയായി വാദം കേട്ടിട്ട് ഉടൻ തന്നെ വിധി പറയാം എന്നുള്ള തീരുമാനിച്ചാണെങ്കിൽ ഈ വിധി പറയുന്നതിന് ഒരു 20 ദിവസം മതിയാകും. പക്ഷേ ഈ 9 അംഗ ജഡ്ജിമാർ എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഇവിടെ സിംഗിൾ ബെഞ്ചില്ല, രണ്ട് ജഡ്ജിമാർ ചേർന്നാണ് ഒരു ബെഞ്ചുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പല കെട്ടിക്കിടക്കുന്ന കേസുകളും നീണ്ട കാലം മുടങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം ഈ 9 ജഡ്ജിമാരെ തെരഞ്ഞെടുത്ത് ഒരു ബെഞ്ചിലേക്ക് മാത്രമായി ഉൾക്കൊള്ളിച്ചു കഴിയുമ്പോൾ അവർ മറ്റുള്ള ജഡ്ജിമാരുടെ ഒപ്പം ഇരിക്കേണ്ട പല കേസുകളും മാറ്റിവെക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആ കേസിന് കൂടി ഒരു ദോഷം സംഭവിക്കാത്ത രീതിയിലാണ് പലപ്പോഴും ഒരു ഉച്ച വരെയുള്ളൊരു സമയം വാദം എടുക്കാം എന്നുള്ള രീതിയിലേക്ക് സാധാരണ മാറ്റിവെക്കാറുള്ളത്. ഇതെല്ലാം സുപ്രീം കോടതിയുടെ ഒരു പരമാധികാരമാണ്. തുടർച്ചയായി വാദം കേൾക്കണോ, അതോ ആഴ്ചയിൽ ഒരു 3 ദിവസമോ 4 ദിവസമോ വാദം കേൾക്കണോ, അതോ വിധി പൂർത്തിയാക്കിയതിനു ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കണോ എന്നുള്ളൊരു കാര്യമെല്ലാം നമുക്കിപ്പോൾ ഒരു പ്രവചിക്കാൻ കഴിയില്ല. കാര്യം ഒരു സുപ്രീം കോടതിയുടെ ഒരു പരമാധികാരത്തെ ഒരു മറികടക്കുകയോ ചോദ്യം ചെയ്യുന്നതോ പോലത്തെ ഒരു റിപ്പോർട്ടായി പോകും. അതുകൊണ്ട് ആ തരത്തിലേക്ക് നമുക്കത് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ 9 അംഗ ബെഞ്ചിനെ രൂപീകരിക്കാനുള്ള നടപടികളുമായി ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും. യെസ്, അപ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ അങ്ങനെ സത്യവാങ്മൂലം കൊടുക്കുകയോ നിലപാട് അറിയിക്കേണ്ടോ ചെയ്യ കാര്യമില്ല. എന്തായാലും 2019 ഈ സുപ്രധാനമായ വിധി വന്നപ്പോൾ എന്ന് വെച്ചാൽ സമത്വവും ഭരണഘടനാപരമായ ഉറപ്പും എല്ലാം പാലിച്ചുകൊണ്ട് ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം എന്ന സുപ്രീം കോടതി വിധി പുറത്തു വന്നപ്പോൾ ആ ഉത്തരവ് നടപ്പാക്കാൻ കോടതി വിധിക്കൊപ്പം നിന്ന ഒരു സമീപനവും നിലപാടുമാണ് അന്നെടുത്തത്. അതിനെതിരെ NSS അടക്കമുള്ള ജാതി സംഘടനകളൊക്കെ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ അവിടെ നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലപാട് വേഗത്തിൽ അറിയിക്കേണ്ടി വരുമോ? ഇന്നെന്തായാലും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു നിലപാട് അറിയിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ഏത് ഘട്ടത്തിലായിരിക്കും സുമോദ്? സൈഫുദ്ദീൻ, ഈ കേസും ഈ സുപ്രീം കോടതി റിപ്പോർട്ടും ഒരു 1.5 പതിറ്റാണ്ടായി റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി പറയുകയാണ്. സാധാരണ ഈ ശബരിമല കേസ് വരുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് വർഷങ്ങളോളം നീളുന്ന കേസാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന സത്യവാങ്മൂലമല്ല, VS അച്യുതാനന്ദൻ്റെ കാലത്തേക്ക് വന്നു കഴിയുമ്പോൾ സത്യവാങ്മൂലം തിരുത്തി കൊടുക്കുകയും സ്ത്രീകൾക്ക് പ്രവേശിക്കണം എന്ന അർത്ഥത്തിൽ തന്നെ ഉള്ള, അതായത് ആചാരങ്ങൾക്ക് ഉപരിയായി ജനാധിപത്യവും ഭരണഘടനയുമാണ് വലുത് എന്നുള്ള രീതിയിലുള്ള ഒരു സത്യവാങ്മൂലമാണ് നൽകാറുള്ളത്. അതേസമയം പിന്നീട് ഭരണ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ വന്നു കഴിയുമ്പോൾ അവർ വീണ്ടും ഈ ആചാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള ഒരു സത്യവാങ്മൂലമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നൽകുന്നത്. പക്ഷേ പിണറായി സർക്കാരിൻ്റെ കാലത്തായി വരുമ്പോൾ ഈ സത്യവാങ്മൂലം വീണ്ടും മാറുകയും എന്താണോ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ ഭരണഘടനയാണ് പരമപ്രാധാന്യമുള്ളത്, അല്ലാതെ ആചാരമല്ല എന്ന തരത്തിൽ ഈ സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്നാണ് ഈ വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നത് ഈ നിലവിലെ സത്യവാങ്മൂലം മാറ്റി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്നുള്ള കാര്യം. ഇത് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പലപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം CPM-ന്റെ നയത്തിന് അനുസരിച്ച് കൂടിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. അതായത് അദ്ദേഹം ഈ സത്യവാങ്മൂലത്തിൽ ഒരു മാറും എന്നുള്ള ഒരു ആചാരത്തിനനുസരിച്ച് രീതിയിലേക്ക് മാറും എന്നുള്ള ഒരു സൂചന കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നൽകിയത്. മാത്രമല്ല NSS ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം മാറ്റണം, സർക്കാർ ആചാരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യമാണ് NSS ആവശ്യപ്പെട്ടിരിക്കുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും ആ നിലപാടിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള നിലപാട് ഇവർ എപ്പോൾ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറിയാൻ പറ്റും. കാരണം ഈ സുപ്രീം കോടതി പലപ്പോഴും ഒരു 4 ആഴ്ചയാണ് ഒരു സത്യവാങ്മൂലം നൽകാനായിട്ട്
അവസരം നൽകുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ സത്യവാങ്മൂലം നൽകാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നിയമ വിദഗ്ധരുമായി കൂടി ആലോചിക്കുകയാണ്. സത്യവാങ്മൂലം നൽകാനായി ഒരു 2 ആഴ്ച കൂടി വേണ്ടിവരും, അതുകൂടി അനുവദിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സാധാരണ സമീപിക്കാറുണ്ട്. ഈ വിഷയത്തിൽ അങ്ങനെ സമീപിക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ സുപ്രീം കോടതി ഈ കേസ് എടുക്കുന്നതാണ്. കേസ് 40ാമത്തെ കേസാണ്. സ്വാഭാവികമായും ഇതിൻ്റെ റോസ്റ്റർ പ്രകാരം വരികയാണെങ്കിൽ ഒരു ഉച്ചയോടുകൂടി മാത്രമായിരിക്കും ഈ കേസ് എടുക്കുന്നത്. പക്ഷേ ഏറെ സുപ്രധാനപ്പെട്ട കേസുകൾ, മുതിർന്ന പ്രധാനപ്പെട്ട അഭിഭാഷകർ ഹാജരാകുന്നൊരു കേസ് ആകുമ്പോൾ സുപ്രീം കോടതി സ്വമേധയാ തന്നെ ആദ്യം കേസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു 10:30 കേസ് എടുക്കാറുണ്ട്. അങ്ങനെ കേസ് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇതിന് ശേഷം ഈ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചതിന് ശേഷമായിരിക്കും ഒരു 4 ആഴ്ചക്കുള്ളിലായിരിക്കും സംസ്ഥാന സർക്കാരിന് നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടി വരിക.